अंकल आप ये नारियल कितने वाला था? नहीं आपको आप कितना वाला बोला था ये नारियल? 20 रुपये है ना। ये ले आपने क्या क्या बोला आप? मेरे को कैंसर हो गया। कैंसर? तो डॉक्टर बोले कि तुम नारियल पानी पियो और ठंडी चीज़ खाना और कोई गर्म चीज़ नहीं खाना। अच्छा। चूल्हे की चीज़ कोई नहीं खाना, अनाज भी नहीं। अच्छा तो मैं क्या खाऊँ? मेरा फ्रूट ऑपरेशन का 3.5 लाख रुपया था। अच्छा। तुम गरीब आदमी कहाँ से लाएंगे? ओके। छोकरे के ऊपर कमाने गए। तो ये देखो आपने 20 का नारियल मांगा, मैंने आपने 100 रुपये दिया ना। हाँ। ये ला 100 रुपये, ये आपका 80 रुपये वापस दिया। ओके यहाँ से नहीं होएगा तो मिलेगा, पैसे संभाल। ഇതാണ് എൻ്റെ കടത്തെ പരിപാടി ഇതാണ്. അച്ഛാ പിയോ ഇതാണ് എൻ്റെ കടത്തെ പരിപാടി. കാരണം എല്ലാവരുടെ അടുത്തും പൈസ ഇല്ല. ആ പാവ മനുഷ്യർക്ക് ക്യാൻസർ അസുഖം പിടിപെട്ടിട്ട് ഡോക്ടർ പറഞ്ഞത്ര ഇങ്ങനെ ഇളനീർ കുടിക്കാണ്. ഇന്നത്തെ ഇളനീന് ബോംബെയിൽ 70 റുപ്യ 80 റുപ്യയും ഒക്കെ വിലയാണ്. കാരണം ഒരു ഇളനീർ വിറ്റ കച്ചവടക്കാർക്ക് ആകെ കിട്ടാൻ പോകുന്ന 8 റുപ്യ 10 റുപ്യ കിട്ടി. കാരണം 60 ഇളനീന് 100 ഇളനീർ മുറിക്കണം, ഒരു 1000 റുപ്യ കിട്ടണം. അതിൽ ചിലവും കടട വാടകയും പോലീസും മുനിസിപ്പാലിറ്റിയും കൊടുത്താൽ എന്താ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ എന്ന് വെച്ചാൽ ഞാൻ തെങ്ങും തോട്ടത്തിൽ പണം കൊണ്ടുപോയി കെട്ടിയിട്ട് ലക്ഷങ്ങളോളം കെട്ടിയിട്ട് പറിച്ചു കൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ ജനങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഞാൻ എൻ്റെ പണിക്കാർ കുട്ടികളോട് പറിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊടുക്കണം. അത് 20-ന് ചോദിച്ചാലും 30-ന് ചോദിച്ചാലും 10-ന് ചോദിച്ചാലും പറിച്ചവനോട് സ്തുതിക്കുക, അല്ലാതെ കൂടുതൽ ഇല്ലല്ലോ. ആ 20 का बोला मैंने दिया, ले लो ठीक है. नहीं वो होएगा तो देते हैं भाई, बड़ा का कोई होएगा ना, जब मिलेगा तभी उसका टेंशन मत लो. चलो ठीक है, वो संभाल आपका. അപ്പോൾ ഞാൻ വല്ല വർത്താനമൊന്നും പറയല്ല. കാരണം എനിക്കും ആൾക്കാർക്ക് ഓരോരുത്തർക്ക് ഇളനീർ വിറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഇപ്പോൾ ഇളനീർ വിറ്റ 5 റുപ്യയും 8 റുപ്യൊക്കെ കിട്ടുക, 10 റുപ്യ കിട്ടുക. അതേമാതിരി ഇപ്പോൾ എനിക്കും ഒരു ഇളനീരിൻ്റെ മുകളിൽ 5 റുപ്യയും 10 റുപ്യ 6 റുപ്യ കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ 20 റുപ്യൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ട് കുഴപ്പമില്ല. ചിലപ്പോൾ വലിയ ഇളനീരാകുമ്പോൾ 40-നും കൊടുക്കും, 50-നും കൊടുക്കും, 60-നും കൊടുക്കും. ഓരോ ഇളനീരിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ കൊടുക്കും. എന്നാലും വരുന്ന കസ്റ്റമറിനോട് അവരെ മനസ്സ് വേദനിപ്പിക്കലില്ല. കാരണം വെച്ചാൽ എല്ലാവരുടെ അടുത്തും പൈസ ഇല്ല ഇന്നത്തെ കാലത്ത്. അതിക്കന്നെ ताजुब आजकल कोई किसका हाथ में पैसा नहीं है. जो कस्टमर आया उनको 20-30 रुपया 40 रुपया 20 रुपया जो है अपना हम लोग देते कि नहीं. तुम अपना बड़ा सही नहीं सही बता कोई किसको भी नहीं देता ना सब लोग. എൻ്റെ കടയിൽ അങ്ങനെ ഒരു കഥ ചെറുതാ. അപ്പോൾ 20 റുപ്യ 30 റുപ്യ ചോദിച്ച പാവങ്ങൾക്ക് കൊടുക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണെങ്കിൽ ഒരു 5 അയാളും അയാളെ ഭാര്യ 2-3 കുട്ടികളും വന്നാൽ ഒരു 5 ഇളനീർ കൊടുക്കുമ്പോൾ 250 റുപ്യ ആവും. പിന്നെ അയാളെ വൈകുന്നേരത്തെ ചിലവ്. ചലോ ടീം ഓക്കെ. അപ്പോൾ ഞാനുള്ള സംഭവം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കാര്യം ഞാൻ ഓരോന്ന് തമാസ്കെടുത്ത് വിടണമല്ല. ഒരാരും എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കും. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂല കേട്ടോ, ഒരാളെ കുറ്റം പറയല്ല. കാരണം അവർക്കിപ്പോൾ 46 റുപ്യ 48 റുപ്യക്കാണ് ഈ ഇളനീർ കിട്ടണത്. പിന്നെ ആ ഭാഗം അവരെന്താ ചെയ്യുക, അപ്പോൾ 60 റുപ്യ വെക്കേണ്ടി വരും. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ തെങ്ങുമെന്ന് പറിച്ചു കൊണ്ടിരുമ്പോൾ ഞാൻ തന്നെ കയറുന്നതും ഞാൻ തന്നെ വണ്ടി ഓടിക്കണതും ഞാൻ തന്നെ കൊണ്ടുവരണം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയും 12,000 റുപ്യ എനിക്കും കൂലി, എൻ്റെ ശമ്പളം എൻ്റെ പണിയെടുത്ത കൂലി കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞില്ല, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞത്. എൻ്റെ യൂണിഫോമാക്കി ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യും. എൻ്റെ പണിക്കാരൻ ചേർക്കാൻ ഒന്നുണ്ട് അവിടെ, ഒന്ന് ഇവിടെ ഉണ്ട്. ഞങ്ങൾ രാവിലെ തെങ്ങുതോട്ടത്തിൽ പോയി പണിയൊക്കെ കഴിഞ്ഞ് 10-11 മണിയായി പോകും, കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഞായറാഴ്ച 22/2/2025 വീഡിയോ ആണ്. എല്ലാം തുറന്ന് പറഞ്ഞ ആളെ എനിക്ക് ഈ മനസ്സിലൊന്നും ഇരിക്കൂല. എനിക്ക് എന്തെങ്കിലും വിഷമം വന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതിൻ്റെ ഒരു സ്വഭാവമാണ്. എന്തായാലും ഇത് ചെറുപ്പം മുതൽ വന്നതാണ്. 7 വയസ്സിൽ ഈ റോട്ടുമൊക്കെ കിടന്ന് ജീവിച്ച ഒരാളാണ് ഞാൻ. ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് എത്തി പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട്. മാഷാ അല്ലാഹ്.